നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തച്ചക്കോട് ജംഗ്ഷനിലാണ്. ഇവിടെ ഇലക്ഷൻ്റെ ചൂടാണ്. നാട്ടിൽ മുഴുവൻ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ബാനറുകളും എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പുയപ്പള്ളി പഞ്ചായത്തിൽ 4-ാം വാർഡിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. LDFിൻ്റെ സാരഥിയായി ശ്രീമതി ചന്ദ്രമതിയും NDAയുടെ സാരഥിയായി ശ്രീമതി വിജയറാണിയും അതുപോലെ UDFിൻ്റെ സാരഥിയായി ശ്രീമതി ഷീബ ബെന്നിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തച്ചക്കോട് നാട്ടിലെ ജനങ്ങളുടെ പൾസ് നമുക്കൊന്ന് ചോദിച്ചറിയാം. ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അതെ, പറയൂ ചേച്ചി, 4-ാം വാർഡിൽ ആരായിരിക്കും ജയിക്കുക? ചന്ദ്രമതി ഉണ്ട്, ഷീബ ബെന്നിയുണ്ട്, റാണിയുണ്ട്, വിജയറാണി. അതെ, 3 പേരാണ് മത്സരിക്കുന്നത്. മറുപടി പറയുന്നില്ല. അതെന്താ? കാരണം റിസൾട്ട് വരട്ടെ, അപ്പൊ ജനങ്ങളെ തന്നെ അവരുടെ വിധി എഴുതിക്കോളും. അത് ശരി, ജനങ്ങൾക്ക് അറിയാലോ. അതെ, 3 സ്ഥാനാർത്ഥികളും സ്ട്രോങ് ആണോ? 3 സ്ഥാനാർത്ഥികളും നല്ല ഡബിൾ സ്ട്രോങ് ആണ്. ആണല്ലേ? ഡബിൾ അല്ല, ട്രിപ്പിൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ജനങ്ങൾ വിധി എഴുതും, അവര് ജയിച്ചു വരട്ടെ. തച്ചക്കോട് 4-ാം പാർട്ടി ആര് ജയിക്കുന്ന പറയുന്നത്? ജയിക്കട്ടെ. ഓക്കെ അമ്മാമേ, ഇലക്ഷനൊക്കെ വരികയാണ്. ഇവിടെ നമ്മുടെ പുയപ്പള്ളി 4-ാം വാർഡിൽ 3 സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അപ്പം ആർക്കായിരിക്കും വിജയസാധ്യത ഉള്ളതെന്നൊന്ന് പറയാൻ പറ്റുമോ? ഒന്നും അറിയത്തില്ല. 3 പേര് സ്ട്രോങ്ങാണ്. ഓക്കെ, എന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കാ വിജയസാധ്യത കൂടുതൽ? വിജയസാധ്യത ഒന്നും പറയാൻ പറ്റത്തില്ല. 3 പേര് ഒരേപോലെ മത്സരിക്കുകയാണ്. ഇനി നമുക്ക് ആരെയും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, തച്ചക്കോടുള്ള നമ്മുടെ റേഷൻ കടയിൽ ചോദിക്കാം. പക്ഷേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതെ, അപ്പം അതിൽ പുയപ്പള്ളി 4-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള 3 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് നമ്മുടെ ഷീബ ബെന്നി, 2 വിജയറാണി, 3 ചന്ദ്രമതി. അപ്പൊ ആർക്കായിരിക്കും കൂടുതൽ വിജയസാധ്യത എന്ന് പ്രവചിക്കാൻ പറ്റുമോ? നമുക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല. വാശിയേറിയ മത്സരം നടക്കുന്നത്. ഓക്കെ, 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്. 3 പേര് നല്ല സ്ഥാനാർത്ഥികളാണ്. ഓക്കെ, പ്രവചിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആർക്കായിരിക്കും വിജയസാധ്യത? നല്ലതുപോലെ ഭരിക്കണം ജനങ്ങളെ. അത്രേ ഉള്ളു. ആരായാലും നല്ലപോലെ ഭരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, വിജയിക്കുന്നവരാരായാലും എന്താ അതാണല്ലോ അല്ലേ? ഓക്കെ, 3 സ്ഥാനാർത്ഥികളാണ്. ആരായിരിക്കും ജയിക്കുക? ചന്ദ്രമതിക്കാണ് ചാൻസ്. ഓക്കെ 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 പറയണ്ട. നമ്മുടെ ഇലക്ഷൻ വരുവാണല്ലോ, അപ്പൊ 3 നല്ല സ്ട്രോങ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതെ, അപ്പം ആരായിരിക്കും ജയിക്കാന്ന് വല്ല പ്രവചിക്കാൻ പറ്റുമോ? അത് നമ്മളെന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഇരിക്കുന്ന കാര്യങ്ങളാ. നമുക്ക് 3 പേരും ഒരുപോലെയുള്ളൂ. നമുക്ക് ആരുടെയും പക്ഷം പറയാൻ പറ്റത്തില്ല. ആര് ജയിച്ചാലും നമുക്ക് പറയാനോ? അതെ, അതേ ഉള്ളൂ. നല്ലപോലെ ഭരിക്കണം. അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ തച്ചക്കോട് 4-ാം വാർഡിലെ 3 സ്ഥാനാർത്ഥികളും വളരെയധികം സ്ട്രോങ് സ്ഥാനാർത്ഥികളാണ്. അപ്പം ആര് ജയിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. ഏതായാലും 3 പേർക്കും വിജയാശംസകൾ നേരുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.